പത്തനാപുരം നഗരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ പെൺകുഞ്ഞിനെ കണ്ടെത്തി. നാടോടികളായി എത്തുന്നവർ ഉപേക്ഷിച്ചതാണെന്ന സംശയം ബലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കടവരാന്തയിൽ ഉപേക്ഷിച്ച നിലയിൽ പെൺകുഞ്ഞിനെ കണ്ടത്. അംഗവൈകല്യമുള്ള ഈ പെൺകുട്ടിക്ക് ഏകദേശം 2 വയസ്സ് പ്രായം തോന്നിക്കും. നാടോടി എന്ന് കരുതുന്ന ഒരു സ്ത്രീ ഈ കുട്ടിയുമായി മാർക്കറ്റ് ജംഗ്ഷനിലെ പഞ്ചായത്ത് അംഗവൈകല്യമുള്ള ഈ പെൺകുട്ടിക്ക് ഏകദേശം 2 വയസ്സ് പ്രായം തോന്നിക്കും. നാടോടി എന്ന് കരുതുന്ന ഒരു സ്ത്രീ ഈ കുട്ടിയുമായി മാർക്കറ്റ് ജംഗ്ഷനിലെ പഞ്ചായത്ത് ഓപ്പൺ സ്റ്റേജിനടുത്ത് സന്ധ്യയ്ക്ക് നിൽക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് രാത്രി 8:30ഓടെയാണ് ഉപേക്ഷിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. 2 കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട നിലയിലാണ് ഈ കുട്ടി. തടിച്ചുകൂടിയ നാട്ടുകാർ തന്നെ കുട്ടിക്ക് ഭക്ഷണ സാധനങ്ങളും ജ്യൂസും വാങ്ങി നൽകി. തുടർന്ന് പത്തനാപുരം SI ഷെരീഫിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് കുട്ടിയെ ഗാന്ധിഭവനിലേക്ക് മാറ്റി. വാഹന പരിശോധനയ്ക്കിടെ മിനിലോറി ഇടിച്ചു മരിച്ച വനിതാ കോൺസ്റ്റബിൾ ബിന്ദുമോൾക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. വാഹന പരിശോധനയ്ക്കിടെ ഹൈവേ പോലീസ് സംഘത്തിനിടയിലേക്ക് നിയന്ത്രണം വിട്ട മിനിലോറി പാഞ്ഞുകയറിയാണ് വനിതാ പോലീസ് മരിച്ചത്. SI ഉൾപ്പെടെ 8 പേർക്ക് പരിശോധനയ്ക്കിടെ പരിക്കേറ്റിരുന്നു. പോലീസ് പരിശോധിച്ചുകൊണ്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും അപകടത്തിൽ തകർന്നു. അടൂർ ഏഴംകുളം മാങ്കൂട്ടം പത്മവിലാസത്തിൽ വേണുഗോപാലിന്റെ ഭാര്യ ബിന്ദുമോളാണ് മരണപ്പെട്ടത്. 35 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്ക് ശേഷം MC റോഡിൽ കുളനട മാന്തുക മലങ്കര കത്തോലിക്ക പള്ളിക്ക് സമീപം വളവിലായിരുന്നു അപകടം സംഭവിച്ചത്. ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് കുളനടയിലേക്ക് വന്നുകൊണ്ടിരുന്ന വാഹനങ്ങൾ റോഡിന്റെ വലതുവശത്തു നിന്ന് സ്പീഡ് റഡാർ സഹായത്തോടെ പരിശോധിക്കുകയായിരുന്നു ഹൈവേ പോലീസ് സംഘം. കുളനട ഭാഗത്തേക്ക് വന്ന 2 ഓട്ടോറിക്ഷകൾ കൈകാണിച്ചു നിർത്തി പരിശോധന തുടരുകയായിരുന്നു. പോലീസ് സംഘത്തിലെ 4 പേരും ഓട്ടോറിക്ഷയ്ക്ക് സമീപമുണ്ടായിരുന്നു. 2 ഓട്ടോറിക്ഷകളും സ്ത്രീകളടക്കമുള്ള യാത്രക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യ ഓട്ടോറിക്ഷ പരിശോധിച്ച് ഓവർ സ്പീഡ് പെറ്റി അടച്ച ശേഷം ഡ്രൈവറോട് സംസാരിച്ചു നിൽക്കുമ്പോൾ അടൂർ ഭാഗത്തു നിന്ന് റോഡിന്റെ വലതുവശം ചേർന്ന് അമിത വേഗത്തിൽ കടന്നുവന്ന മിനിലോറി നിയന്ത്രണം വിട്ട് വാഹന പരിശോധന നടത്തിയിരുന്ന സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം പിന്നീട് ഓട്ടോറിക്ഷകളിലും ഇടിച്ച മിനിലോറി 25 മീറ്ററോളം മുന്നോട്ട് കടന്നുപോയി. ഇടിയുടെ ആഘാതത്തിൽ പോലീസുകാർ മിനിലോറിക്കും ഓട്ടോറിക്ഷയ്ക്കും ഇടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. അപകടത്തിനിടയാക്കിയ മിനിലോറിയുടെ ഡ്രൈവർ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട് മരിച്ച ബിന്ദുമോളുടെ മൃതദേഹം ഇന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കൊടുമൺ സ്റ്റേഷനിലും ഇപ്പോൾ പ്രവൃത്തി ചെയ്തു വരികയായിരുന്ന അടൂർ സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ അടൂർ ഏഴംകുളത്തുള്ള വസതിയിൽ സംസ്കരിച്ചു. മാങ്കോടിന് സമീപം കാട്ടിനുള്ളിൽ ഓട്ടോറിക്ഷ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാങ്കോടിന് സമീപം ചിതൽവെട്ടി എന്ന സ്ഥലത്ത് സോഷ്യൽ ഫോറസ്റ്ററിയുടെ ഉടമസ്ഥതയിലുള്ള മാഞ്ചിയം വൃക്ഷങ്ങൾക്കിടയിലാണ് ഓട്ടോറിക്ഷ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. മാങ്കോട് പാടം പ്രധാന പാതയ്ക്ക് സമീപത്ത് തന്നെയുള്ള കാട്ടിലാണ് കഴിഞ്ഞ രാത്രിയിൽ അജ്ഞാതരായ ആരോ ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് കടന്നത്. KL 03K 5413 എന്ന നമ്പറിൽപ്പെട്ട ഓട്ടോറിക്ഷയാണ് ദുരൂഹ സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവിടെ കാണപ്പെട്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പത്തനാപുരം SI ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം 14-ന്. പത്തനാപുരം നഗരത്തിൽ പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മാങ്കോടിന് സമീപം കാട്ടിനുള്ളിൽ ഓട്ടോറിക്ഷ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.